നമസ്കാരം. കോൺഗ്രസിൽ നിന്ന് കളം മാറ്റി ചവിട്ടിയ അനിൽ ആന്റണിയുടെ അവിശുദ്ധ ബന്ധങ്ങൾ പുറത്തു കൊണ്ടുവന്ന വിവാദ ഇടനിലക്കാരൻ ദല്ലാൽ നന്ദകുമാർ. ബി.ജെ.പി. നേതാവും പത്തനംതിട്ടയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണിക്കെതിരെ വീണ്ടും ഗുരുതരമായ സാമ്പത്തിക ആരോപണവുമായി വിവാദ ദല്ലാൽ ടി.ജി. നന്ദകുമാർ രംഗത്തെത്തിയിരിക്കുന്നു. സുഹൃത്തിന് സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിക്കാൻ അനിൽ ആന്റണി ടി.ജി. നന്ദകുമാറിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ആരോപണം. ഇത് ടി.ജി. കുര്യനും ഉമാ തോമസിനും അറിയാമെന്നും നന്ദകുമാർ പറയുന്നു. മാത്രമല്ല, എ.കെ. ആന്റണി കൊണ്ടുപോകുന്ന ആയുധ ഡീലുകളുടെ ഫയലുകളുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിൽപ്പന നടത്തുന്ന വലിയ ദല്ലാളാണ് അനിൽ ആന്റണി എന്നും നന്ദകുമാർ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. 4 കാശ് കൊടുത്താൽ ആർക്കെതിരെയും പറയുന്ന ടി.ജി. നന്ദകുമാർ മുഖ്യമന്ത്രിയുടെ ദല്ലാളാണെന്ന കിംവദന്തി നിലനിൽക്കെയാണ് അനിൽ ആന്റണിയുടെ അവിശുദ്ധ ബന്ധങ്ങൾ തെളിവുകളടക്കം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ ആസൂത്രണമാണോ എന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് കാലത്ത് അനിൽ ആന്റണിക്കെതിരെ വരുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. നന്ദകുമാറിനെ നേരത്തെ തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി എത്തിയിരുന്നു. എന്നാൽ ഇ.പി. ജയരാജനുമായി അടുത്ത ബന്ധമുള്ള ആളാണ് നന്ദകുമാറെന്ന് CPM പാളയത്തിൽ തന്നെ ഉയരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു ആരോപണം മുഖ്യമന്ത്രിയിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ്. അനിൽ ആന്റണി സൂപ്പർ ദല്ലാളാണെന്നും താൻ ഉന്നയിച്ച ആരോപണങ്ങൾ സ്ഥാപിക്കാൻ തെളിവുകൾ പുറത്തുവിടും എന്ന് നന്ദകുമാർ പറഞ്ഞിരിക്കുകയാണ്. ഡൽഹിയിലെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നന്ദകുമാർ. അനിൽ ആന്റണി കള്ള ഒപ്പിട്ട് അനിൽ അംബാനിയുടെ പേരിൽ CBI ഡയറക്ടറുടെ വീട്ടിൽ കയറിയെന്ന് തെളിവുണ്ടെന്നും നന്ദകുമാർ ആരോപിച്ചു. അനിൽ സംശുദ്ധനല്ലെന്ന് വ്യക്തമാക്കാനാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്ന് നന്ദകുമാർ പറയുന്നു. ഡൽഹിയിലെ സാഗർ രത്ന ഹോട്ടലിൽ വെച്ചാണ് തന്റെ കയ്യിൽ നിന്ന് അനിൽ ആന്റണി 25 ലക്ഷോളം രൂപ വാങ്ങിയതെന്നും നന്ദകുമാർ പറഞ്ഞു. അനിൽ ആന്റണി വന്നത് കറുത്ത ഹോണ്ട സിറ്റി കാറിലാണ്. ആ ഇടപാട് P.J. കുര്യൻ സമ്മതിച്ചിരുന്നു. CBI ഡയറക്ടറുടെ വീട്ടിൽ അനിൽ പോയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പണം അനിലിന് കൈമാറിയത്. അനിൽ ആന്റണിയുടെ മാതാവ് എലിസബത്തിന് ഇതിൽ പങ്കില്ല. എന്നാൽ അനിലിന്റെ പ്രോത്സാഹനം എലിസബത്താണ്. എ.കെ. ആന്റണിക്കും ഇക്കാര്യങ്ങളെല്ലാം അറിയാമെന്നും നന്ദകുമാർ പറയുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ എ.കെ. ആന്റണിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് ഇതൊക്കെ നടന്നതെന്നും അനിൽ ആന്റണിയെ ബന്ധപ്പെട്ട് പണം കൊടുത്തിട്ടും കാര്യം നടക്കാതെ പോയവർ ഇനി പിന്നാലെ പുറത്തു വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അനിൽ ആന്റണിക്ക് 25 ലക്ഷം രൂപ നൽകിയിട്ടുണ്ടെന്നും ഫോട്ടോയും വീഡിയോയും ഉൾപ്പെടെയുള്ള തെളിവുകൾ താൻ പുറത്തുവിടുമെന്നും നന്ദകുമാർ ഭീഷണിപ്പെടുത്തി. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ കാട്ടുകള്ളന്മാരുടെ കണക്കെഴുത്തുകാരനായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, കെ. മുരളീധരൻ എന്നിവരെ പ്രകാശ് ജാവ്ദേക്കർ സമീപിച്ചിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ വഴിയാണ് ജാവ്ദേക്കർ കുഞ്ഞാലിക്കുട്ടിയെ സമീപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. KPCC അധ്യക്ഷനാകുന്നതിന് മുൻപ് കെ. സുധാകരനെയും സമീപിച്ചിരുന്നുവെന്നും നന്ദകുമാർ പറയുന്നു. CPM-ലുള്ളവരെ താൻ വഴി സമീപിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അനാഥത്വത്തിലേക്ക് ആരും പോകില്ലെന്നായിരുന്നു മറുപടി നൽകിയത്. അനിൽ ആന്റണി ഉൾപ്പെടെ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 20 NDA സ്ഥാനാർത്ഥികളും മൂന്നാമതാകും. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ തീപ്പൊരി നേതാവ് ഇപ്പോഴും 10 ലക്ഷം രൂപ തന്നിട്ടില്ലെന്നും അവർ പോണ്ടിച്ചേരി ഗവർണർ ആവാൻ ശ്രമിച്ചു 1 കോടി കളഞ്ഞെന്നും നന്ദകുമാർ ബി.ജെ.പിക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. എന്നാൽ ഇതിൽ വസ്തുതാപരമായ കാര്യങ്ങൾ ഉണ്ടോ എന്ന ചോദ്യവും രാഷ്ട്രീയ ചേരികളിൽ നിന്ന് ഉയരുന്നുണ്ട്.